അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് എന്താണ് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ് റിസർച്ച് ചെയ്യുക. ഇവരൊരു എന്താണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തരും. അതിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റഡി പോലെ നടത്തിയതിന് ശേഷം അവർ ചിലപ്പം നമുക്ക് സർവേ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആകാം, അല്ലെങ്കിൽ ടെസ്റ്റ് ആകാം, ഏത് വേണേലും അവരുടെ ഓപ്ഷനാണ് തരിക. അപ്പം അവർ തരുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് അവർ കൊടുക്കും ഏത് രീതിയിലാണ് ഉള്ളത്, ഇൻ്റർവ്യൂ ആണോ സർവേ ആണോ എന്നൊക്കെ ഓപ്ഷൻസ് ഒക്കെ കാണും. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവർ നമുക്ക് മാറ്റർ തരും. അത് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അറ്റൻഡ് ചെയ്ത് അത് കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. സർവേ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതി. യെസ് ഓർ നോ കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് യൂസർ റിസർച്ച് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സർവീസുകളൊക്കെ ഉണ്ട്, ഗെയിംസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഒരു സ്റ്റഡി പോലെ അവർ എന്ത് ചെയ്യും, പഠിക്കാനായിട്ട് നമുക്ക് തരും. അതിനെപ്പറ്റി നമ്മളൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നമ്മൾ ആൻസർ ചെയ്യണം. എന്താ വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സർവേ ആണ്. സർവേ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. അപ്പം ഇവിടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നത് അവർ തരുന്ന പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ സർവീസിനെ പറ്റിയൊക്കെ ആയിരിക്കും. അതൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരവാണെങ്കിൽ നമുക്കതിന് പേയ്മെൻറ്റ് കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൈറ്റിൻ്റെ പേര് യൂസർ റിസർച്ച് ഇൻ്റർനാഷണൽ എന്നാണ്. ഞാൻ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ ഇങ്ങനൊരു സൈറ്റ് വരുന്നതാണ്. ഇവിടെ പെയ്ഡ് റിസർച്ച് സ്റ്റഡീസ് എന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏൺ മണി ഷെയറിങ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ ഓൺ ഡെയിലി യൂസ് പ്രോഡക്റ്റ് സർവീസസ് ആൻഡ് ടെക്നോളജി. കണ്ടോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സർവീസ് ടെക്നോളജിയെ പറ്റി നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൽ സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഓൾ പെയ്ഡ് സ്റ്റഡീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ സ്റ്റഡിയുടെ ഇത് കിടക്കുന്നുണ്ടോ, ഒരുപാട് സ്റ്റഡിയുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ ലോഗിൻ ടു ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് മെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം കഴിവതും മെയിൽ ഐ ഡി യൂസ് ചെയ്യുക, ഫേസ്ബുക്ക് ഐ ഡി യൂസ് ചെയ്യേണ്ട. കാരണം എല്ലാവരും അറിയാനായിട്ട് സാധ്യതയുണ്ട് നമ്മളിങ്ങനെ ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ മെയിൽ ഐ ഡി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സ്റ്റഡീസിനെ പറ്റി ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ, വെദർ ഫീൽഡ് ഡെസ്ക് മെയിൻ സ്റ്റഡീസ് ആർ അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് അവർ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് നമ്മൾ ആൻസർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അവർ ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റഡി കണ്ടെത്തുന്നത്. അപ്പോൾ സ്റ്റഡി എങ്ങനെ കണ്ടെത്തുക എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമ്മൾ സൈനപ്പ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ സൈറ്റിൽ ജോയിൻ ചെയ്യുക. ജോയിൻ അവർ ഗ്രോയിങ് കമ്മ്യൂണിറ്റി ഓഫ് ടെക്നോളജി പ്രൊഫഷണൽ കമ്പ്യൂട്ടർ യൂസേഴ്സ് ഗ്രാമേഴ്സ് ആൻഡ് പീപ്പിൾ ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച് സ്റ്റഡീസ് സച്ച് ആസ് ഓൺലൈൻ സർവേ, വൺ ഇൻ്റർവ്യൂസ്, യൂസർ ടെസ്റ്റ് ആൻഡ് മോർ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ സൈനപ്പ് ചെയ്തിട്ട് അവരുടെ സർവേയിൽ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതല്ലാതെ യൂസർ ടെസ്റ്റ്, ഇതിലേത് വേണേലും അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ വ്യൂ ഓൾ പെയ്ഡ് സ്റ്റഡീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ അവർ കൊടുത്തിട്ടുണ്ടാവും ഏത് രീതിയിലാണ് നമുക്ക് സ്റ്റഡീസ് വരുന്നതെന്ന്. ചിലപ്പം ചിലതിൻ്റെ താഴെ അവർ ഇൻ്റർവ്യൂ എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു നെറ്റ് സ്ലോ ആയതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ താഴെ ഇതുപോലെ ഇൻ്റർവ്യൂ എന്നുള്ളത് കാണും. അപ്പോൾ അങ്ങനെ ഉള്ളത് അവർ
ചെയ്തായിരിക്കും, എന്ന് വെച്ചാൽ നമ്മളോട് സംസാരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുക. ചിലപ്പോൾ സർവേ ആകാം, അല്ലെങ്കിൽ നമുക്ക് യൂസർ ടെസ്റ്റ് യൂസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ്. ഷെയർ യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഇൻഫ്ലുവൻസ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് യു സീ എവറി ഡേ ഫ്രം ടെക്നോളജി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആപ്സ് ഓൺലൈൻ ഗെയിംസ്. അപ്പോൾ അവർ പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ സർവീസിനെ പറ്റി ടെക്നോളജിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവരോട് ഷെയർ ചെയ്യുക. വരുന്നത് ലേൺ എന്നുള്ള ഓപ്ഷനാണ്. ലേൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വാല്യൂ ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് നല്ല പ്രോഡക്റ്റ് ആണോ അതോ പ്രോഡക്റ്റ് കൊള്ളത്തില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതാണ് ലേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ നിങ്ങളിങ്ങനെ വായിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതേസമയം നിങ്ങളിതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് കിട്ടുക പാർട്ടിസിപ്പേറ്റീവിന് പേയ്മെൻറ്റാണ്. അത് നമുക്ക് ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് കാർഡ് അങ്ങനെ ഏത് ഓപ്ഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്ന എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ താഴെ വന്നിട്ട് സൈനപ്പ് ആൻഡ് വ്യൂ സ്റ്റഡീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ ആദ്യമേ കാണിച്ചു തന്ന പോലെ ഇവിടെ ലോഗിൻ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈനപ്പ് ചെയ്യുക. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ബൈ.